നിലമ്പൂരിലെ ചൂടേറിയ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കുമൊടുവിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒരു കർഷകനും ഓട്ടോറിക്ഷ തൊഴിലാളിയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം ഉണ്ടായിരുന്നത്. സാധാരണക്കാരുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. റോഡ് ഷോയ്ക്ക് ശേഷമാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നാണ് റോഡ് ഷോയുമായി അൻവർ എത്തിയത്. ഉപവരണാധികാരി നിലമ്പൂർ തഹസീൽദാർ MP ബിന്ദുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. പുതിയ മുന്നണി രൂപീകരിക്കുന്നതായി PV അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നാണ് പുതിയ മുന്നണിയുടെ പേരെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം. തൃണമൂൽ കോൺഗ്രസിന് പുറമെയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണി രൂപീകരണം. മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി അൻവർ മുന്നിൽ കാണുന്നുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിരവധി ചെറിയ സംഘടനകൾ മുന്നണിയുടെ ഭാഗമായേക്കും. കാർഷിക, തൊഴിൽ, വ്യാപാര, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ താൽപര്യപ്രകാരമാണ് മുന്നണിയുടെ കീഴിൽ മത്സരിക്കുകയെന്ന തീരുമാനമെടുത്തതെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായ M സ്വരാജും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, PK സൈനബ, മന്ത്രി V അബ്ദുറഹിമാൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു.